ഹായ്, വെൽക്കം ടു നമ്മുടെ ഈ ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ശബ്ദമൊക്കെ അടഞ്ഞിരിക്കണം, കപ്പക്കെട്ടും കാര്യങ്ങളൊക്കെയാണ്, അതാണ് ശബ്ദം കറക്റ്റാവാന്നിട്ട്. അപ്പോൾ ഈ നമ്മുടെ ക്രിസ്മസൊക്കെ എത്തിയില്ലേ. ഏതൊരു മാസത്തിനേക്കാളും പ്രിയപ്പെട്ട മാസമാണ് എനിക്ക് നവംബർ, ഡിസംബർ. അതിൻ്റെ പ്രത്യേകത നവംബറിൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ആ ഒരു മാസത്തിൻ്റെ സന്തോഷം. ക്രിസ്മസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മാസം കേട്ടോ. ആ വൃശ്ചികക്കാറ്റും ആ സ്റ്റാർ, വീണ്ടും മുറ്റത്തുള്ള സ്റ്റാറും പുൽക്കൂടും, ഇതൊക്കെ എൻ്റെ കുട്ടിക്കാലം തൊട്ടേ ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. എന്താ വെച്ചാൽ എൻ്റെ വീട് വരടിയത്താണ്. അപ്പോൾ അവിടെ കൂടുതലും നമ്മുടെ റോമൻസാണ് നിറച്ച് ചുറ്റുവശത്ത് കൂടുതലും. ഞങ്ങളുടെ ആൾക്കാർ വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ അവരുടെ വീട്ടിലിങ്ങനെ ക്രിസ്മസ് ട്രീ. അപ്പോൾ ഞങ്ങൾ കൂടുതലും ക്രിസ്ത്യൻസിൻ്റെ ആഘോഷങ്ങളാണ് കേട്ടോ ആഘോഷിച്ചത്. കൂടുതലും പെരുന്നാളായാലും ക്രിസ്മസ് ആയാലും അമ്പ് പെരുന്നാളൊക്കെ നമ്മുടെ വീട്ടിൽ അമ്പ് കയറ്റിയിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് ക്രിസ്മസ് ആയി കഴിഞ്ഞ് ഭയങ്കര സന്തോഷം. അയ്യോ, ഈ ട്രീ ഒക്കെ കണ്ടിട്ട് ഈ സത്യം പറയാലോ, ഇതൊക്കെ കണ്ടിട്ട് കുത്തിയായി കേട്ടോ. പക്ഷേ നമ്മളോട് താങ്ങാവുന്നതിനേക്കാളും അപ്പുറത്തിൻ്റെ റേറ്റ് 6000 സംതിങ് ഒക്കെയാണ് ഈ ഒരു വൈറ്റ് ട്രീയുടെ റേറ്റ് കേട്ടോ. അപ്പോൾ എന്തായാലും കാണാൻ കാശ് കൊടുക്കണ്ടല്ലോ, കണ്ട് രസിക്കാനും അത് കണ്ട് സന്തോഷിക്കാനും നമുക്ക് ആശയമില്ല. അപ്പോൾ അതൊക്കെ ഞാൻ കണ്ട് ശരിക്കും ഞാൻ എൻജോയ് ചെയ്യുന്നു കേട്ടോ. ഈ പുത്തൻപള്ളിയിൽ അവിടെയായിട്ട് നമ്മൾ പറിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര മനോഹരമായിട്ട് കാഴ്ച ചെയ്തു കേട്ടോ. പുത്തൻപള്ളിയിൽ ഇപ്പോൾ ഈ ക്രിസ്മസൊക്കെ കഴിഞ്ഞാൽ കണ്ട എല്ലാ കടകളിലും ഒരു ഭംഗിയാന്ന് പറഞ്ഞ പുൽക്കൂടൊക്കെ മേടിക്കാണ്ട് കുണുക്കാൻ കുറേ വാശി പിടിച്ചിട്ട്. അപ്പോൾ ഞാൻ ക്രിസ്മസ് ആവണോട് കൂടിയിട്ട് നമുക്ക് വെക്കായിട്ട് കുണുക്കാമെന്ന് പറഞ്ഞിട്ട് സെറ്റാക്കിയിട്ടാണ്. അങ്ങനെ പൊന്നു ഈ ഞാൻ ഈ വൈറ്റ് സ്റ്റാർ മേടിച്ചു. പൊന്നു വൈറ്റുള്ള ക്രിസ്മസ് ട്രീ മേടിച്ചിട്ട്. അപ്പോൾ കുണുക്കാൻ കുറേ വാശിയൊക്കെ പിടിച്ചിട്ട്. പക്ഷേ ഞാൻ 2 കൊല്ലം മുന്നേ നമ്മൾ മേടിച്ചൊരു ട്രീ ഉണ്ട്, അതും അഡ്ജസ്റ്റ് ചെയ്യാൻ കൊടുക്കുക എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. അങ്ങനെ പൊന്നുൻ്റെ ഷെബിനും ഈ പുതിയ വീട്ടിൽ ആദ്യത്തെ ക്രിസ്മസ് ഒക്കെ അവരൊരുപാട് ഐറ്റംസ് കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട്. ഞാൻ വളരെ കുഞ്ഞു ട്രീം ഓളത്തിന്ന് കുറച്ച് മാത്രം മേടിച്ചു. നമ്മളങ്ങനെ പോകുന്നു കേട്ടോ. അങ്ങനെ വന്നപ്പോൾ ഞാൻ ചാവക്കാട് ഇറങ്ങി മീനൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് മീൻ മേടിച്ചു. അപ്പോൾ രാത്രിക്ക് നമുക്ക് ഇഡ്ഡലിയും മീൻ കറി കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഡ്ഡലിക്ക് പറ്റിയൊരു മീൻ കറിയാണ് കേട്ടോ ഈ ഉണ്ടാക്കുന്നത്. വേറെ ഒന്നുമില്ല, വെളിച്ചെണ്ണയ്ക്ക് ഒരു 3 വലിയ സവോള, വലിയ 4 തക്കാളി, ഒരു 5-8 പച്ചമുളക് കൂടിയിട്ട് എണ്ണയിലിട്ട് മൂപ്പിച്ചു കേട്ടോ. ഞാൻ ഈ അസുഖം വളരെ കുറച്ച് വെളിച്ചെണ്ണയിലാണ് അത് മൂപ്പിച്ചത്. അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 4 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ കാശ്മീർ ചില്ലി പൗഡർ ഒരു 4 ടീസ്പൂൺ ഇട്ട്. ഞങ്ങൾക്ക് ഇഡ്ഡലിക്കുള്ള ഗ്രേവി വേണം, അതുകൊണ്ട് കാശ്മീർ ചില്ലി പൗഡർ 4 ടീസ്പൂണും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതിൽ അതൊക്കെ നന്നായി മൂത്ത പച്ച സ്മെല്ല് പോകണമായിരിക്കും ഇളക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നത് കൂടുതലായിട്ട്. അപ്പോൾ നമ്മളിത് മേടിച്ച കുടംപുളിയല്ല, അതിൻ്റെ പെങ്ങളുടെ വീട്ടിലുണ്ട്. അപ്പോൾ ചെറിയ കുടംപുളി ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ ഇട്ടു കേട്ടോ. അങ്ങനെ പുളി അത് മൂത്തൊക്കെ വന്നപ്പോൾ ആ വെള്ളം ഒഴിച്ച് തിളച്ച് വന്നതിന് ശേഷം മീൻ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ കോലാന്ന് പറയും, അതിൻ്റെ മുള്ളൊക്കെ പച്ച കളറാണ്. എന്താണ് എല്ലായിടത്തും പറയുക എനിക്കറിയില്ല. നമ്മുടെ അവിടെ കോലാന്ന് കേട്ടോ മീനെ പറയാം. അങ്ങനെ നമ്മുടെ മീൻ കറിയൊക്കെ തിളച്ച് സെറ്റ്, എന്തൊരു സ്മെല്ലാന്നറിയൂ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത്രേ ഉള്ളൂ. ചുവന്നുള്ളി വേണ്ട, വെളുത്തുള്ളി വേണ്ട, ഇഞ്ചി വേണ്ട, വേറെ നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല. തക്കാളി, സവോള, പച്ചമുളക്, കറിവേപ്പില, വറ്റൽമുളക്, പിന്നെ പൊടികൾ ഉപ്പും പൊടി, മഞ്ഞൾപ്പൊടി, മുളകും പൊടി, പിന്നെ കുടംപുളി, ഇത് മാത്രം വേണ്ട കേട്ടോ. അങ്ങനെ പൂ പോലത്തെ ഇഡ്ഡലി സെറ്റായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മീൻ കറി കണ്ടോ. അപ്പോൾ ഇതൊരു അപാര ടേസ്റ്റാണ്. ഞാൻ ചുമ്മാ പറയട്ടെ, ഇങ്ങനെ ആരെയും കഴിക്കാത്തവരാണെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ. ഒരു നേരം നമുക്ക് ഇഡ്ഡലി മീൻകറി, ഈ ഒരു മീൻകറി വെച്ച് കഴിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഇതേ എന്താണ് പറയണ്ടേ, വാക്കുകളില്ല. അടിപൊളിയായിട്ട് മീൻകറി, സൂപ്പർ മീൻകറിയാണ്. അല്ല നല്ല രസമുണ്ട്. കണ്ണൂര് ആ ഒരു സൈഡിൽ കറി, കണ്ണൂർ സൈഡിൽ എങ്ങനെയുണ്ട്? ആ മീൻകറിയൊക്കെ കഴിച്ചതിൻ്റെ പിറ്റേ ദിവസത്തെ രാവിലത്തെ ഒരു വീഡിയോ ആണ് കേട്ടത്. പിന്നെ അതിൻ്റെ തലേദിവസത്തേക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയ കുണുക്കിന് ഭയങ്കര ശ്വാസം മുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അന്നത്തെ ഒരു ദിവസം വീഡിയോ എടുക്കാൻ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ കുണുക്കനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല ശ്വാസം മുട്ടായിരുന്നു, നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേവ ഉറങ്ങി വെച്ചിട്ട് തലേദിവസം പുലർച്ചെ 3 മണിയാകുമ്പോൾ ഭയങ്കര ഛർദിയും കാര്യങ്ങളൊക്കെയാണ്. അത് കപ്പ് കൊണ്ട് വെച്ചിരുന്നത്. കഞ്ഞിയുണ്ട്. അപ്പോൾ അമ്മ കഞ്ഞി ഉണ്ടാക്കിയുണ്ട്. ഓക്കെ, മരുന്ന് വലിക്കുക. നമുക്ക് ശ്വാസം മുട്ടുണ്ടല്ലോ, വലിക്കുക. കുറച്ചിട്ട് ശ്വാസം മുട്ടുണ്ട് പിന്നെ
അങ്ങനെ ഇന്നോട്ടൊരു പുതിയ സ്റ്റാർട്ടിങ് കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ രാവിലെ പുലർച്ചെ പോകാമെന്ന് വിചാരിച്ചാണ് ജിമ്മിന്. പക്ഷേ കുണക്കിന് വയ്യാത്തന്നെ പോകാൻ പറ്റില്ല. എനിക്കൊക്കെ ചെയ്തു, പക്ഷേ അവന് വയ്യാത്തന്നെ അവനെ കെടുത്തി പോകാൻ ഞങ്ങൾക്ക് തോന്നിയില്ല. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് പോയിച്ചു സ്റ്റുഡിയോ കാര്യം. പിന്നെ ഇതൊക്കെ റൈറ്റ് ഓർഡർ കിട്ടിയിട്ട് സ്റ്റുഡിയോ ഷൂ ഒക്കെ വെച്ച് എനിക്ക് തന്നെ ഷൂടെ ഇഷ്ടമല്ല. ഞാൻ പിന്നെ ഇട്ടിട്ടേ ഇല്ല ജീവിതത്തിൽ. ഷൂ ഇട്ടതായിട്ട് ഓർമ്മയിലില്ല. ഇതിട്ടാണ് അങ്ങനത്തെ ഒന്നും ഇടാൻ ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയെ പ്രത്യേകിച്ച്. പക്ഷേ ജിമ്മിനത് പറ്റി വേണം. പിന്നെ രണ്ടു പാൻറ്റും ബനിയനും എടുത്തു കേട്ടോ. നമ്മളത് ഇടുന്ന സാധനങ്ങളല്ലല്ലോ. ചുരിദാറും മാക്സി സാരിയൊക്കെ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. ഇങ്ങനത്തൊന്നും യൂസ് ചെയ്യാത്തതിന് 2 പാൻറ്റും 2 ബനിയനും എടുത്തു കേട്ടോ. അന്യായിട്ട് അത് 2 ബെർമുഡി 2 ബനിയനും. നോക്കാ നല്ല ശ്വാസം മുട്ടാട്ടോ. ഇവന് ഈ കാലാവസ്ഥയും കാര്യങ്ങളും കൂടെ ഇപ്പോൾ ശ്വാസം മുട്ടാണ്. അവന് തല വേരക്കാൻ പറ്റില്ല, പൊടി പറ്റില്ല, പൊട്ടമണങ്ങൾ പറ്റില്ല, ഒന്നും പറ്റില്ല. എല്ലാ അലർജി. ശ്വാസം മുട്ടുണ്ട്. ഇത് കണ്ടാലേ കഴുത്തിനിടന്നൊക്കെ ഒരിക്കുന്നത്. രാത്രി എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം കൊണ്ട് ക്ഷീണിച്ചല്ലേ മതി. കാര്യമില്ല, നമ്മ കഞ്ഞി വെച്ചിട്ടുണ്ട് കേട്ടോ. ചൂട് കഞ്ഞി കുടിക്കാം നമുക്ക്. ഓക്കെ അങ്ങനെ ഞങ്ങൾ പീടിയെ പോയിട്ടാ. 2നും വയ്യ, 2 പീസ് പോയിട്ടിരിക്കും. പക്ഷെ കുണക്കിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുണക്കിന് ഭയങ്കര ശ്വാസം മുട്ടുള്ളതാണ്. അതാണ് പ്രശ്നം. ഇവിടെ അനുവേട്ടൻ്റെ അമ്മയ്ക്കൊക്കെ പാരമ്പര്യമായിട്ട് ശ്വാസം മുട്ടുണ്ട്. അത് തന്നെയാണ് തോന്നുന്നു. അലർജിയാണ്. അനുവേട്ടൻ്റെ വീട്ടിലെല്ലാവർക്കും അലർജി പ്രശ്നം. അത് തന്നെയാണ് പിള്ളേർക്കും ഭയങ്കര അലർജിയും കാര്യങ്ങളാണ്. ഒരു പൊടിയോ ഒരു സ്പ്രേയുടെ സ്മെൽ ഒന്നും പറ്റില്ല. ഒരു പ്രത്യേക ഇതാണ്. അപ്പോൾ ഞങ്ങൾ വെച്ച് മീൻകറി വെക്കാൻ സബോളയില്ല, ഒന്നുമില്ല. അപ്പോൾ മീൻകറിക്കാൻ തന്നെ സബോള നിൽക്കും. ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം സബോളയും തക്കാളി ഇട്ട് മീൻകറി. അതിന് ഇഞ്ചിയോ വെളുത്തുള്ളിയോ ചുവന്നുള്ളിയോ ഒന്നും വേണ്ട. എളുപ്പത്തിൽ നാളികേരം ഒന്നും വേണ്ട. കുറച്ച് വെളിച്ചെണ്ണ വെച്ച് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല മീൻകറി കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അത് ഉണ്ടാക്കിയാൽ മതി എന്നാണ് കേട്ടോ. അപ്പം ഞാനും ചേട്ടനും അരി ഭക്ഷണം വേണ്ട വെച്ചു. വേണം അരി ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞിട്ട് അരി ഭക്ഷണം ഞാനിന്ന് നോട്ടില്ല കേട്ടോ. പക്ഷെ കഴിക്കാൻ തോന്നുന്ന ദിവസം കഴിക്കും. നാളെ നമുക്ക് ദൈവം സഹായിച്ച് കുഴപ്പമൊന്നും കഴിഞ്ഞാൽ നാളെ നമ്മൾ അയ്യപ്പളക്കൻ്റെ അവിടെ പോയിട്ട് ഊണ് കഴിക്കും. അങ്ങനെ നമുക്ക് പിന്നെ ആഗ്രഹം തോന്നുകയാണ് ചോറ് ഉണ്ണണം തോന്നി ഉണ്ണും. അങ്ങനെ പൂർണ്ണമായിട്ടില്ല. പരമാവധി പറ്റണ ദിവസങ്ങളൊക്കെ ഞങ്ങൾ അരി ഭക്ഷണം വേണ്ടെന്ന് വെച്ചിട്ട് ഇരിക്കണം കേട്ടോ. അപ്പോൾ രാവിലേക്ക് ഇന്നലെ രാത്രി ഓവർനൈറ്റ് ഓട്സ് ഞാൻ കുതിരാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഉച്ചത്തേക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പം അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ 3 ആളായിരുന്നു. വരുമ്പോൾ ഞങ്ങൾ 5 ആളായി കണ്ട. അവസ്ഥ നോക്കുക. 5 ആള് 6 ആള്. മാമനെ കാണണ്ടേ? മാമ പാവാ. ഞങ്ങൾ വിലനെ കൊടുന്നോട്ടെ. എന്താ വെച്ചാൽ ഷെബീരെ വണ്ടി സർവീസിനോട് തിന്ന് കിട്ടും. അപ്പൊ പോയി എടുക്കണം. വണ്ടി എടുക്കാൻ പോണം. ഏതിനെടുക്കണ്ട് കേട്ടേ? അങ്ങനെ സാറിന് മേടിക്കാൻ പോയി നേരത്തെ പൊന്നെ വിളിക്കുന്നത്. അമ്മ ഒന്ന് കാടമുട്ട മേടിച്ചുകൊണ്ട് ഒരു പാക്കറ്റ് ദോശമാവ് മേടിച്ചുകൊണ്ട് എന്നൊക്കെ വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ തലേദിവസം ദോശ ഗോതമ്പ് മാവ് ഞാൻ കലക്കി അവൾക്ക് കുപ്പിയിലാക്കി ഞാൻ കൊണ്ടുപോകാൻ മറന്നു. അപ്പോൾ ആ മാവ് ഫ്രിഡ്ജിൽ ഞാൻ വെച്ചു കേട്ടോ. അതാണ് ഇപ്പോഴത്തെ. അപ്പോൾ ഞാൻ പറഞ്ഞു നീ ഇനിയിപ്പോൾ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട, അങ്ങോട്ട് പോരെ, ഞങ്ങൾ കൊണ്ടുവരാം. അവർക്ക് വണ്ടിയില്ലാതെ തന്നെ കൊണ്ടുവരാൻ പോകണം. അങ്ങനെ ഞങ്ങൾ കടയിൽ പോയി അങ്ങനെ നേരെ അവരെ കൊടുന്നു. അപ്പോൾ കുണുക്കിനുള്ള കഞ്ഞി വെച്ച് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കഞ്ഞി വെച്ച് വെച്ചിട്ടുണ്ട്. ചക്കരയൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുണുക്കിന് കഞ്ഞി കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഞാനത് ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് മാത്രം വേണ്ടോ. അപ്പോൾ അവർക്ക് മാത്രം വേണ്ടോ കേട്ടോ. പൊന്നിനെ ക്ഷമിക്കും, കുഞ്ഞിന് മാത്രം വേണ്ടോ. ഞങ്ങൾക്ക് ഓവർനൈറ്റ് ഓടിച്ച കേട്ടോ. കുണുക്കി കഞ്ഞി കുടിക്കുന്നത്. അപ്പോൾ ഞാൻ കുറേ നേരം ആവുകൊണ്ടെന്ന് ഞാൻ വേഗം 2 തട്ടിൽ ഗോതമ്പ് ദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഗോതമ്പ് ദോശ നല്ല ടേസ്റ്റ് കേട്ടോ. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾ കഴിച്ചോളെ, ഞാൻ അച്ഛനും കഴിക്കാൻ പോകാറ്. ഞങ്ങൾക്കത് കാണുമ്പോൾ വിഷമവും. ഗോതമ്പ് ദോശ നല്ല മീൻകറി കണ്ട വിഷമവും.
ഇത് സത്യം പറയുമല്ലോ ഈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇത് നല്ല ഇഷ്ടപ്പെടും കേട്ടോ. പാലിനോടും ഫ്രൂട്ട്സിനോടും ഇതൊക്കെ നട്ട്സിനോടൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടും. എനിക്ക് കുട്ടിക്കാലം തൊട്ടേ നല്ല എരിവും പുളിയുള്ള ഫുഡിനോടാണ് ഇഷ്ടം. ഈ മധുരവും കാര്യങ്ങളൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് സഹിച്ച് കഷ്ടപ്പെട്ടിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ മോനും വന്നിട്ടുണ്ട്. അപ്പോൾ അവരോട് ഞാൻ വർത്തമാനം പറഞ്ഞിട്ട് അവർ ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നിരുന്നു, അവർക്കൊന്നും വേണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു നീ എന്താ ഇഷ്ടമില്ലാത്ത പോലെ കഴിക്കണമെന്ന് വെച്ചു. ഞാൻ എനിക്കിതെന്താ തീരെ പറ്റണില്ല എന്നൊക്കെ. അപ്പോൾ ചേച്ചി പറഞ്ഞു നല്ലതല്ല നിനക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ കുറേ പറയുന്നുണ്ട്. എന്നാലും എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഈ ഫുഡിനോട് തീരെ താല്പര്യമില്ല ഉള്ളത് പറയില്ല. ഇപ്പോൾ 1 മാസം കൊണ്ട് ഇത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുക. മിക്ക ദിവസം ഈ ഒരു ഫുഡ് തന്നെയാണ് ഞാൻ കഴിച്ചത്. ഇത് മടുക്കുമ്പോൾ ഞാൻ എൻ്റെ ഫേവറേറ്റ് ഫുഡാണ് പുട്ടും കടലും. അപ്പോൾ ഞാൻ ഒരു കഷ്ണം പുട്ട് കുറച്ച് കടല ഉണ്ടാക്കി കഴിക്കും. എൻ്റെ വിഷമം അങ്ങോട്ട് തീർക്കും. എനിക്ക് ഇത്രയും ഫുഡുകൾ കാണില്ല എനിക്ക് ഏറ്റവും വിഷമം പുട്ട് കഴിക്കാൻ പറ്റാത്തില്ല. പുട്ടും കടലക്കറി എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ഫുഡ്. എനിക്ക് എവിടെ പോയാലും പുട്ടും കടലക്കറി ഉണ്ടെങ്കിൽ എനിക്ക് വേറെ ഒന്നും വേണ്ട. ഭയങ്കര ഇഷ്ടമുള്ള ഫുഡാണ് പുട്ടും കടലയും. അങ്ങനെ പൊന്നു വരുമ്പോൾ മീൻ കറി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പൊന്നു ഇന്നലെ തലേദിവസം വെച്ച് മീൻ കറി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഗോതമ്പ് ദോശ ഉണ്ടാക്കി കൊടുത്തു. അവരത് ഗോതമ്പ് ദോശ മീൻ കറി കൊടുക്കും. അങ്ങനെ ലൈഫിൽ ഒരുപാട് ചേഞ്ചുകളാണ് നമ്മുടെ ലൈഫിൽ വരുന്നത്. അപ്പോൾ അത് എന്നെ ആരെയും ഒരു ഡ്രസ്സിങ്ങിൽ കണ്ടിട്ടുണ്ടാവില്ല. എൻ്റെ ഒപ്പം പണ്ട് ജിമ്മിൽ വന്ന ആൾക്കാർ കാണാനല്ലാണ്ട് ബാക്കി ഇപ്പം എൻ്റെ പുതിയ വീഡിയോസ് കാണുന്നവരാരും ഇനി ഈ ഒരു ഡ്രസ്സിൽ കണ്ടിട്ടുണ്ടാവില്ല. പണ്ടത്തെ വീഡിയോസിനും ഇല്ല, പക്ഷേ ജിമ്മിന് പോകുമ്പോഴുള്ളത് മാത്രം പണ്ട്. അത് വീഡിയോ അല്ല, നേരിലിപ്പോൾ അവരും വീഡിയോ കാണാം, അവർ മാത്രം കണ്ടിട്ടുള്ളൂ. അല്ലാണ്ട് ഇതാരും കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ ഈ ഡ്രസ്സ് ഞാൻ യൂസ് ചെയ്യാറില്ല. പക്ഷെ നമുക്ക് പിന്നെ ജിമ്മിന് പോകുമ്പോൾ ചുരിദാറും സാരി മാക്സും ഒന്നിട്ട് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് മാത്രം എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. ഞാൻ അവിടെ നിന്ന് കുറേ ഇതാകാൻ ശ്രമിച്ചു, പക്ഷെ പറ്റില്ല. പൊന്നിനായിട്ട് പൊന്നു പിന്നെ കുഴപ്പമില്ല. പൊന്നിനും പിന്നെ ഇങ്ങനെ ഡ്രസ്സിൽ കാണാനും കുഴപ്പമില്ല. എന്തോ ഒരു മാതിരി മുടി മുറിക്കും വേണ്ട ചോദിച്ചിട്ട്. അപ്പൊ പോയാലോ? പോയിട്ട് അവിടെ കുട്ടികളല്ല ഭരതനാട്യം പഠിപ്പിക്കാനല്ല പോണു. വാ മനുഷ്യ വാ ഇപ്പ കേട്ടമ്മ. ഓക്കെ ഓക്കെ വിഷമണ്ട അമ്മക്ക് വാവുമാറല്ലേ? അയ്യോ അങ്ങനെ ജിമ്മ് കഴിഞ്ഞ് വന്നു കേട്ടാ. എന്താ എന്നൊക്കെ ഓരോരുത്തര് ഇതേ പിടിച്ചിട്ട് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? നല്ല വേദന ഉണ്ട് കാല്. ശീലിച്ചേ പറ്റൂ. എനിക്ക് വലിയ വേനൊന്നുമില്ല കേട്ടോ. നിന്റെ പ്രായം നിങ്ങളുടെ ശരീരം കുറിയും ബനിയനും പാൻറ്, കുറിയും ബനിയനും പാൻറ് നമ്മളിങ്ങനെയല്ലേ ശീലിച്ചിരുന്നത്. അതുകൊണ്ട് നമ്മള് ശീലം മാറ്റാൻ പറ്റില്ലല്ലോ. ഇനി അമ്മ വീട്ടില് തടി കുറച്ച് ഇങ്ങനത്തെ ഡ്രസ്സായിരിക്കും. ഇല്ല കേട്ടോ, എനിക്ക് എന്റെ മാക്സിമം ഇഷ്ടം. അതിങ്ങനെ പഠിച്ചിട്ട് എന്തൊരു സുഖം. നല്ല ഭംഗിണ്ടാവത് ഇല്ല അച്ഛാ. അമ്മ എന്തുണ്ടാക്കണമ്മ? അയ്യോ അമ്മയ്ക്ക് അപ്പയുടെ ഫുഡ്. അമ്മ ഇപ്പം ഇതാണ് ഫുഡ് കഴിക്കുന്നത് കേട്ടോ. രാവിലേക്കുള്ള ഫുഡാണ്. ഒരു റോബസ്റ്റ് പഴത്തിൻ്റെ പപ്പാതീശ രണ്ടാൾക്ക് കൊടുക്കും. ഇങ്ങനെ പോണത് എന്താ? ഒരാപ്പിളിൻ്റെ പപ്പാതീശ രണ്ടാൾക്ക് കൊടുക്കും. കുറേ ആൾക്കാർ വെച്ചിട്ട് എന്താ തടി കുറയ്ക്കാന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ 3 കിലോ കുറഞ്ഞു കേട്ടോ. ഇന്നാണ് ഞാൻ കുറേ ദിവസത്തിന് ശേഷം വെയിറ്റ് നോക്കി. അപ്പോൾ 3 കിലോത്തോളം ഞാൻ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. സന്തോഷം. എന്താ വെച്ചാൽ ഞാൻ കുറയാൻ ഭയങ്കര കഷ്ടപ്പാടാണ്. പക്ഷേ സാധാരണ നല്ലോണം ഫുഡ് കഴിക്കുന്ന ഒരാൾക്കാർക്കാണ് ഈ ഡയറ്റിങ് പോകണമെന്ന് വെച്ചാൽ നന്നായി കുറയും കേട്ടോ.
ഫുഡ് കഴിക്കാത്താണ്. ഞാൻ അങ്ങനെ ഫുഡ് കഴിക്കാത്ത ഒരാളെ ഞാൻ നല്ല മധുരം നിർത്തി വറവ് നിർത്തി. ഇത് മാത്രം എൻ്റെ ജീവിതത്തിൽ. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഫാറ്റില്ലാത്ത പാൽ ഒഴിച്ചു, 2 ടീസ്പൂൺ ഓട്സ് ഇട്ടു, പിന്നെ എന്ത് ചിയാ സീഡ്, പിന്നെ തണ്ണിമത്തങ്ങയുടെ വിത്ത്, മത്തങ്ങയുടെ കുരു, പിന്നെ എന്താ സൂര്യകാന്തിയുടെ വിത്ത്, ഇത് മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതിപ്പോൾ റോബസ്റ്റ് വാഴ ഇട്ടു. ഇപ്പം ഇനി നമ്മുടെ ആപ്പിളാണ് കേട്ടോ. ആപ്പിളും കൂടി ഇങ്ങനെ അരിഞ്ഞിടും. ചിലർക്ക് ജ്യൂസ് അടിക്കണവർക്ക് ഇതൊക്കെ എടുത്തിട്ട് ജ്യൂസ് അടിച്ചിട്ട് കുടിക്കാം കേട്ടോ. പക്ഷെ എനിക്ക് സ്മൂത്തി ആയിട്ട് കുടിക്കാം. എനിക്കങ്ങനെ സ്മൂത്തി ഇഷ്ടമല്ല, അങ്ങനെ വഴവഴപ്പൊന്നും അങ്ങനെ കുടിക്കാം. ഇതാകുമ്പം ഇങ്ങനെ കോരി കഴിക്കാമല്ലോ, അതാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ പൊന്നു പോകണതിൻ്റെ ബഹളമാണ് അവിടെ കഴിക്കുന്നത്. ഞാൻ അവിടെ പോകുന്നില്ല. എന്താ വെച്ചാൽ ഇന്ന് ജിമ്മൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ആകെ ക്ഷീണമാണ്. അപ്പോൾ ഇതവിടെ കഴിഞ്ഞാൽ ഇവിടെ കുണുക്കന് ക്രിസ്മസ് പൊന്നിൻ്റെ അവിടെ സ്റ്റാറൊക്കെ ഒരുക്കി, ഇവിടെ ഒരുക്കിയില്ലാണ്ടുള്ള പരാതിയാണ് ഇവിടെ കുണുക്കനായിട്ട്. ഞാൻ പറഞ്ഞു 1-ാം തീയതി മതിര ഉണ്ണിയെന്നാണ് കേട്ടോ. അളിയനും ഈ വക പണിയോട് ആദ്യം കഴിച്ചേക്കണം. അപ്പോൾ അങ്ങനെ അപ്പോൾ ഒരു ആപ്പിളുണ്ടെങ്കിൽ, ഒരു ചെറിയ ആപ്പിൾ, വലിയ ആപ്പിളാണെങ്കിൽ ഒരു 2 ദിവസത്തേക്ക് എടുക്കും കേട്ടോ. ചെറിയ ആപ്പിളാണെങ്കിൽ ഒരു ദിവസം പപ്പതീശ 2 കൂടി ഇട്ടെടുക്കും. ഒരു ചെറിയ റോബസ്റ്റ് പഴം കേട്ടോ, ചെറിയ പഴം 200 റോബസ്റ്റ്. അപ്പോൾ അതൊന്നും ഞങ്ങൾ പപ്പതീശ എടുത്തു. പിന്നെ എനിക്ക് ബ്ലഡ് കുറവാണേ, അപ്പോൾ ഞാൻ കുറച്ച് ഉണക്കമുന്തിരി ഇട്ടുണ്ട്. ഈത്തപ്പഴം ഒരു ഈത്തപ്പഴം ഇടാട്ടോ. അതൊക്കെ ഓരോരുത്തർക്ക് എങ്ങനെയാണ് ഫ്രൂട്ട് ഇഷ്ടം എന്ന് വെച്ചാൽ ഞാൻ കൂടുതലും ആപ്പിളും അനാറും പിന്നെന്താ റോബസ്റ്റ് പഴമായിട്ട് ഞങ്ങൾ കൂടുതലുള്ളത്. അനാറ് കഴിഞ്ഞു ഇന്നലത്തെ കഴിഞ്ഞു. പിന്നെ ഇത് പുതിയതെടുക്കണം. പിന്നെ ഈ അനാറും കൂടി ഒന്നിട്ട് കൊടുക്കും കേട്ടോ. അത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു തരി തേൻ ഒഴിക്കും കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തീരെ കഴിക്കാൻ പറ്റില്ല. പഴം ഉണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, പഴമില്ല തേനും ഇല്ലെങ്കിൽ ഉണ്ടല്ലോ കഴിക്കാൻ എളുപ്പമല്ല കേട്ടോ. ഇതും അനാറും ഞങ്ങൾ 2 ദിവസത്തേക്കൊക്കെ എടുക്കും കേട്ടോ. ഒരെണ്ണം ഇതിപ്പോൾ ചെറുതാണ്, ചിലപ്പോഴൊക്കെ നല്ല വലുതാണ് കിട്ടാം കേട്ടോ. അപ്പോൾ 2 ദിവസത്തേക്കൊക്കെ എടുക്കും. അനാറ് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ബ്ലഡ് വളരെ കുറവാണ്. അതാണ് ഫുഡ് ഭയങ്കരമായിട്ട് കുറവല്ലേ, ബ്ലഡ് കുറയും. ഇപ്പോൾ അരി ഭക്ഷണം ഞാൻ നിർത്തി. ഇന്ന് അരി ഭക്ഷണം കഴിച്ചിട്ടില്ല തീരെ. രാവിലെ ഇതുപോലെ ഓവർനൈറ്റ് ഓട്സ് കഴിച്ചു. ഉച്ചത്തേക്ക് ഒരു 4 മണിയാകുമ്പോൾ തരി ഗോതമ്പിൻ്റെ ഉപ്പുമാവ് ഇട്ടു. തരി ഒരു 3-4 വായാന്ന് പറയാം. എണ്ണയൊന്നും അധികം ഇല്ലാണ്ട് നാളികേരൊന്നും ഇടാണ്ടുള്ള ഒരു ഗോതമ്പിൻ്റെ ഉപ്പുമാവ് കഴിച്ചു. പിന്നെ ഒരു വിത്തൗട്ട് കാപ്പി കുടിച്ചു കേട്ടോ. മധുരമൊന്നുമില്ല, വിത്തൗട്ട് ഒരു കാപ്പി കുടിച്ചതിൻ്റെ ഒപ്പം പിന്നെ ഒന്നുമില്ല. പിന്നെ ഇതേ രാത്രി വന്നു ഒരു അതേപോലെ ഉപ്പുമാവിൻ്റെ ഒരു തരി ബാക്കിയുണ്ട്. അതൊന്നും ഉണ്ടാക്കാൻ നിൽക്കാൻ നേരം ഉണ്ടായില്ല. എന്താ വെച്ചാൽ ജിമ്മിന് പോയി വന്നപ്പോൾ നേരം വരികയെ. ജിമ്മിന് നാളെ തൊട്ട് രാവിലെ പോകണമെന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് കുണുക്കിന് വയ്യാത്തന്നെ എനിക്ക് രാവിലെ പോകാൻ പറ്റിയില്ല കേട്ടോ. കുണുക്ക് ഇന്നലെ രാത്രി 3 മണിയാകുമ്പോൾ കഴിച്ചിട്ട് ഭയങ്കര ഛർദി കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഉറങ്ങുന്ന നേരെ പുലർച്ചെ 3 മണിയാ. തരി കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പകുതി അനാർ മതി കൂട്ടതേ. ഇതുകൊണ്ടുകൂടി ഇനി ബാക്കി അനാർ നാളേക്ക് എടുക്കും കേട്ടോ. ഫ്രൂട്ട്സിനൊക്കെ ഭയങ്കര വിലയാണ്. ഇപ്പോൾ 8 ദിവസം കൊണ്ട് നമുക്കിത് മുതലാവില്ല. ഇതാ അജയല്ലേ. അപ്പോൾ ഞാൻ അന്വേഷണമൊക്കെ കുറച്ച് കൂടുതൽ ഇട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നല്ല, അന്വേഷണം കുറച്ച് വിശപ്പുള്ള ആളാണ്. അന്വേഷണം കുറച്ച് കൂടുതൽ കേട്ടോ. എനിക്ക് കുറച്ച് കുറവാണ്. ഓക്കെ, ഒരു 100 തേനാട്ടോ നമ്മൾ വെച്ച് കൊടുക്കണം. ഒരു നേരിയ മധുരത്തിന്. തേനും ഭയങ്കര റേറ്റാണ്. ഫ്രൂട്ട്സിന് വില കൂടെ, തേന് എല്ലാം വില കൂടുതലാണ്. പിന്നെ ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതൊക്കെ നമ്മൾ ഫ്രൂട്ട്സിനൊക്കെ വില കൂടുതലുള്ള ഇടയിലുള്ള ഫ്രൂട്ട്സ് ആയിട്ട് ഒന്നുമില്ല. ഈ ഒരു ഫ്രൂട്ട്സ് തന്നെയുള്ളൂ കേട്ടോ. ചിലർ ഡയറ്റിങ്ങിൽ പറയും ഇടയിൽ ഫ്രൂട്ട്സ് തിന്നണം. ശരിയാണ്, പിന്നെ നമുക്ക് കൂട്ടുകുടുംബമല്ലേ, എല്ലാവരും ഉള്ളൊരു കുടുംബം. അപ്പം ഞങ്ങളുടെ മാത്രം കാര്യം നോക്കിയാൽ പോലെ. അപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ കുണുക്കിന് വേണം, കുണിക്കിക്ക് വേണം, കാർത്തുമ്മയ്ക്ക് വേണം, എല്ലാവർക്കും വേണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് മാത്രമായിട്ട് കഴിക്കാൻ പറ്റില്ല. അപ്പം നമ്മളൊക്കെ കുറച്ച് ലിമിറ്റേഷൻസ്
ഇടയിലുള്ള ഫ്രൂട്ട്സ് കഴിക്കലൊന്നുമില്ല. ഇങ്ങനെ ഒരു 3 ആപ്പിൾ 4 ആപ്പിളായിട്ട് മേടിച്ചേക്കും. ഉള്ളോട് തിന്നണത് തിന്നട്ടെ, അവർ തിന്നതിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ ചെയ്യും, അല്ലെങ്കിൽ 2 ആപ്പിൾ പോയിട്ട് മേടിക്കും. കുണിക്ക് ഫ്രൂട്ട്സ് ഇഷ്ടം. കുണിക്ക് ഫ്രൂട്ട്സ് ഭയങ്കര, കുണിക്ക് ഇതും കഴിക്കും. അത് അവർക്ക് ഇഷ്ടം. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. ഇനി ഇതെങ്ങനെ വെച്ച് നമുക്ക് എടുത്തേക്കാം. അനാറിൻ്റെ കുരു കളയണ്ട. ഇത് കൂടി അടച്ച കളയണ്ടല്ലോ. പിന്നെ നോക്കി വെച്ച് തരാൻ കഴിക്കുന്നുണ്ട്. നമുക്കൊരു ദിവസമല്ലല്ലോ, കുറേ ദിവസം ഇങ്ങനെ പോകണ്ട. അപ്പോടെ ഇവിടെ രാത്രി ഇപ്പം സമയം എത്ര മണിയാണെന്നറിയോ? 11:15 നേരത്താണ് കേട്ടോ. ഇവിടുത്തെ ഒരാൾക്ക് എന്നെ അടുക്കളയിൽ വന്ന് സഹായിച്ചിരുന്നു. എന്തൊക്കെയാ ചെയ്തതെന്ന് വെച്ചിട്ടാ. പിന്നെ നോക്കിയപ്പോൾ പാവില്ലേ. അപ്പോൾ നമ്മളെ ക്രിസ്മസ് ട്രീ കഴിഞ്ഞ കൊല്ലത്തിന് കേട്ടാ. പക്ഷെ ഒരുത്തിന് ഭയങ്കര വിഷമമായിരുന്നു. പൊന്നേച്ച് വൈറ്റ് പോയപ്പോൾ ക്രിസ്മസ് ട്രീ മേടിച്ച് നോക്കിയപ്പോഴേ 2000 രൂപ. ഇപ്പം താങ്ങില്ല, അടുത്തല്ല മേടിക്കാം കൊടുക്കാം. അപ്പൊ പൊന്നേച്ച് അത് മേടിച്ചാൽ കുറെ വേഷം. പക്ഷെ ഇത് കഴിഞ്ഞല്ലോ, കഴിഞ്ഞതിന് മുന്നത്തെ 700 രൂപയ്ക്ക് കഴിഞ്ഞതിന് മുന്നത്തെ വില മേടിച്ചിട്ടുണ്ടോ? ഇതൊക്കെ എവിടേക്കാ? ആ ചേച്ചിക്ക് വെള്ള ട്രീ ഉണ്ടതിന്റെ പ്രശ്നം. അപ്പൊ വെള്ളത്തിനിടയിൽ വന്നില്ലേ, കാട്ട്. അങ്ങനെ ഞങ്ങളിത് ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കാൻ തുടങ്ങിയിട്ടാണ്. ഞാനും അന്യേട്ടനും കുണക്കനും കുണിക്കിയിട്ട് ഞങ്ങൾ 4 ആളുകളോട്ടെ. ഇതിന് നമ്മളറിയാം, നമുക്ക് ഒരുപാട് ഒരുപാട് ഹെൽത്ത് അവർ ചെറിയ ചെറിയ ആഗ്രഹം അത് സാധിച്ചു കൊടുക്കുമ്പോഴല്ലേ നമ്മുടെ മനസ്സിൽ ഏറ്റവും വലിയ സന്തോഷം. കാണുമ്പോൾ ഒരു അസുഖമുള്ള ഒരാൾ പറഞ്ഞാൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് വേദനകളും ഒരുപാട് ബുദ്ധിമുട്ടിലോട് കൂടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. സത്യം പറഞ്ഞാലോ, ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ 18 ദിവസം കൂടുമ്പോൾ മെൻസസ് ആവും, ഭയങ്കര ബ്ലീഡിങ് കാര്യങ്ങൾ, അതന്നെ ഭയങ്കര പ്രശ്നം. അപ്പോൾ അങ്ങനെ ഒരു ദിവസം കൂടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ ആ നേരത്തെ ജിമ്മിലൊക്കെ പോയിരുന്നു. അങ്ങനെ ഡേറ്റായി അതിൻ്റെ ഒരു തണ്ടൽ വേദനയും കാലുവേദനയും അങ്ങനെ എല്ലാ ബുദ്ധിമുട്ടുകളും എനിക്കുണ്ട്. എനിക്കങ്ങനെ മെൻസസ് ആകുമ്പോൾ അതിനെ അറിഞ്ഞിരുന്ന ഒരു വ്യക്തിയൊന്നും അല്ല കേട്ടോ. അതിന് വയറുവേദന കാരണം അതൊന്നും എൻ്റെ കുട്ടിക്കാലം തൊട്ടേ ഇല്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ എനിക്ക് കുറച്ച് കാലമായിട്ട് ഭയങ്കര ബ്ലീഡിങ് കാര്യങ്ങളും തണ്ടൽ വേദനയൊക്കെയാണ് കേട്ടോ, കാലുവേദന. അതിൻ്റെ ഇടയിൽ ജിമ്മിന് പോയി വന്ന ക്ഷീണം, അങ്ങനെ ഒരുപാട് അസുഖങ്ങളുടെ ഇടയിലാണ് ഞാൻ ഈ നിൽക്കുന്നത്. പലർക്കും കളിയാക്കാറുണ്ട്, പലരും പുച്ഛിക്കാറുണ്ട്. പക്ഷേ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. എന്താ വെച്ചാൽ നമ്മുടെ മക്കളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ ഓരോ നിമിഷം എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ അന്വേഷണ മക്കൾ എന്ത് വേണം, അവർക്ക് എന്താ ആഗ്രഹങ്ങൾ, അവർക്ക് വേണ്ടി മാത്രം ജീവിക്കുക എന്ന് മാത്രം ലക്ഷ്യം. എല്ലാവരും അങ്ങനെയാണോ, എല്ലാവരും ഇങ്ങനെയാണോ എനിക്കറിയില്ല. നമുക്ക് നമ്മളെ പറ്റി പറയാനേ അറിയൂ അല്ലേ. നമുക്ക് മറ്റുള്ളവരെങ്ങനെയാണോ, മറ്റുള്ളവരുടെ മനസ്സെങ്ങനെയാണ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. ഒരു അച്ഛൻ്റെ അമ്മയുടെ വയറ്റിൽ പറഞ്ഞ ഞങ്ങളിൽ 4 പെൺകുട്ടികളുള്ള ഓരോരുത്തരുടെ മൈൻഡും പല തരത്തിലാണ്. അപ്പോൾ നമുക്ക് മറ്റുള്ളവരെ എങ്ങനെ എന്ത് പറയാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ മക്കളും എൻ്റെ അനിയനും. അപ്പോൾ അവരുടെ ഇഷ്ടങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ, അവരെന്ത് പറയണം. സത്യം പറയാം, ആ ജിമ്മിന് പോകുമ്പോൾ എൻ്റെ കുണുക്കനോട് യാത്ര പറയുമ്പോൾ എൻ്റെ കുണുക്കിന് ഫേസ് ഇരിക്കണതാണ് ഒരു വിഷമമാണെന്നൊരു. അത് ഞങ്ങൾ ആ ഒരു മണിക്കൂർ കാണാണ്ടിരിക്കാനൊരു വിഷമമാണ് കേട്ടോ അവർക്ക്. അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അങ്ങനെ സ്ഥലങ്ങളിൽ. അപ്പോൾ ഞങ്ങളിനി പുലർച്ചെ 5 മണിക്ക് പോയി. ഞാൻ എന്നോട് പറഞ്ഞു നമുക്ക് പുലർച്ചെ 5 മണിക്ക് പോകാം. അപ്പോൾ അവരറിയില്ല, അവർ ഉറങ്ങുന്ന സമയം അവരെ ഇരിക്കുമെങ്കിൽ നമുക്ക് വീടെത്താം. എന്താ വെച്ചാൽ അത്രയും ടൈം ഞങ്ങൾക്ക് അവരെ പിരിഞ്ഞിരിക്കാൻ വയ്യ. എന്താണെന്ന് അറിയില്ല. എന്നാൽ കുഞ്ഞിൻ്റെ കുട്ടിക്കാലഘട്ടത്തിൽ അങ്ങനെ അവർ സ്കൂൾ അങ്ങനെ ഒരു ടെൻഷനും കാരണം ഉണ്ടെങ്കിലും ഇപ്പോൾ വയസ്സായതുകൊണ്ടാണ് തോന്നുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. മക്കളെ കാണാണ്ടിരിക്കാൻ പറ്റില്ല. അന്നേട്ടൻ അതിലിപ്പോൾ ജിമ്മിന് പോയിട്ടത് അന്നേട്ട ത്രെഡ്മില്ലിൽ അന്നേട്ടൻ കയറുമ്പോൾ എനിക്ക് ടെൻഷൻ കേട്ടോ. ഇയർ ബാൻസ് പോകണ്ട, അന്നേട്ടൻ്റെ ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് അനേകം ബുദ്ധിമുട്ടുള്ളതുണ്ടെങ്കിലും അപ്പുറത്ത് നിൽക്കുന്ന അന്വേട്ടൻ്റെ ഫേസിലേക്കായിരുന്നു എൻ്റെ നോട്ടം മൊത്തം. അന്വേട്ടൻ ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെ എന്താണ് ഞാൻ ഇങ്ങനെയെന്ന് അറിയില്ല. എല്ലാവരും ഇങ്ങനെയാണോ എന്നറിയില്ല. വീണ്ടും ഞാൻ പറയുകയാണ്, ഞാൻ എന്തോ ഇങ്ങനെ ആയിപ്പോയി എന്ന് എനിക്കറിയില്ല.
പക്ഷേ ഞാൻ അതിൽ ഹാപ്പി ആട്ടോ. അവരുടെ ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ ഇതിൽ ഒരുപാട് കാശ് ചിലവാക്കിയിട്ടോ. കുഞ്ഞ് ആ ബോളുകളും കാര്യങ്ങളും നമ്മൾ മാത്രമേ മേടിച്ചുള്ളൂ. പിന്നെ ആ ട്രീ ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നിങ്ങൾ കുറച്ച് മുന്നേ ദിവസം ഉണ്ടായി മീഡിയയുടെ മുന്നിലൊക്കെ കാണുന്നുണ്ടാവും. നമ്മൾ മുകളിൽ നിന്ന് ഇറക്കി അത് പൊട്ടിയൊക്കെ തട്ടിയിട്ട് സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് ആവാറായില്ലേ വെച്ചിട്ടാ. അപ്പോൾ അതൊക്കെ പൊടി തട്ടിയെടുത്ത് അതിന് നമ്മുടെ കുണുക്കി ഇഷ്ടമുള്ള നിലയ്ക്ക് ചെയ്ത് കൂട്ടാട്ടോ. അതൊക്കെ കഴിഞ്ഞ് ആ ലൈറ്റ് ഇടുമ്പോൾ കുണുക്കിനി മുഖത്ത് കാണാൻ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് നമ്മൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കഷ്ടപ്പാട്. കാരണം ഞാൻ പറഞ്ഞു എനിക്ക് തീരെ വയ്യ, എന്താണ് വേണ്ടത് പോലും അറിയാത്തൊരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. എന്നിട്ട് പോലും അവരുടെ ആ ചെറിയ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഏറെ പേരൻസ് അങ്ങനെയുള്ളവരുണ്ട്, അങ്ങനെ ഇല്ലാത്തവരുണ്ട്, പലതരത്തിലുള്ളവരുണ്ട്. അപ്പോൾ അവർക്ക് 2 കണ്ണാടി കാര്യങ്ങളൊക്കെ മേടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുണുക്ക് വന്നിട്ട് അമ്മ അത് വെക്കുക എന്ന് പറഞ്ഞിട്ട് കുറേ നേരമായിട്ട് നിൽക്കണം. പിന്നെ അമ്മ ഇപ്പം വെക്കുക ഉണ്ണി. സത്യം പറഞ്ഞാൽ ഇതാണ് കഴിഞ്ഞ് പോയി കിടന്ന് ഉറങ്ങാനുള്ള വെപ്രാളത്തിലാണ് ഞാൻ ചെയ്യണത്. എന്താ വെച്ചെങ്കിൽ കാലൊക്കെ വേദനിച്ചിട്ട് നിൽക്കാനൊന്നും പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതങ്ങനെ തീർത്തിട്ട് വേണേ പോയി ഒന്ന് തണ്ടിൽ നിവർത്താൻ എന്നാലോചിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഉച്ചയ്ക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാനോ കാര്യങ്ങളോ ഒന്നിനും നമുക്ക് പറ്റാത്തൊരു സമയമാണ്. അങ്ങനെ ഏകദേശം ഫൈനലിലേക്ക് എത്തിച്ചു തുടങ്ങിയിട്ട് ഫൈനലിൽ സമയം 12 മണിയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട്. കള്ളന്മാരെ പേടിയാണ് കേട്ടോ. ഇപ്പോൾ കുറേ ആൾക്കാർ ഇറങ്ങിയിട്ട് വേണ്ട, എന്നാലും ഈ പിള്ളേരുടെ സന്തോഷത്തിന് നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തി. അപ്പോൾ ഒന്ന് ലൈറ്റ് ഇട്ട് കണ്ടല്ല. അങ്ങനെ ഇതേ നമ്മുടെ ക്രിസ്മസ് ട്രീ സെറ്റായി. ഡിങ്ക ഉള്ളതുകൊണ്ട് ഓണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയ ക്രിസ്മസ് ട്രീ കേട്ടോ അല്ലേ ഉണക്കെൻ്റെ ആഗ്രഹം പോലെ ഒരു കുഞ്ഞ് ക്രിസ്മസ് ട്രീ ഒക്കെ നമുക്ക് ഇതൊരു ഉണ്ടാകുന്ന ജിമ്മിന് അശു തിരിയാനും പറയാനൊന്നും പറ്റില്ലല്ലോ. ഫോട്ടോ ഓർമ്മ 5 മണിയാകുമ്പോൾ കഴിച്ച് പോകണം ജിമ്മിന്. ക്ഷീണിച്ചിട്ടുണ്ടല്ലേ മോക്കെ ചെറുതായില്ലേ? ജിമ്മിനല്ല, ഞാൻ 3 കിലോ വെയിറ്റ് കുറച്ചു 1 മാസത്തിൻ്റെ ഉള്ളിൽ. 4 കിലോ കുറഞ്ഞിട്ടില്ലേ? ഇനി എന്താ തിന്നാളെ ഇപ്പൊ ഫുഡ് അടി കഴിഞ്ഞില്ലേ? ഇനി ഉറങ്ങാൻ പോവല്ലേ? ആപ്പിളുണ്ട് വേണോ? ഒന്ന് ഉറങ്ങാൻ പോവാ? മരുന്ന് കുടിക്കണ്ടേ? വേണം എന്തുട്ടാ പിസ്റ്റല്ലേ എടുത്തോ ഒരെണ്ണാക്കണം എന്നല്ല നിങ്ങൾക്ക് തന്നെയല്ലേ അയക്കാൻ അടിച്ച്. പിസ്ത നിങ്ങൾക്ക് അടിച്ചതന്നെയല്ലേ? അവിടെ എപ്പോൾ എടുത്തോ? ഗുളിയമ്മ ശ്വാസമുണ്ടോ ഗുളിയ? ഉറങ്ങ ഞാൻ വീഡിയോയിൽ പെട്ടോ കൈ പെട്ടില്ലേ? അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഫുള്ളായിട്ടൊരു വീഡിയോയും കാര്യമൊന്നും എടുക്കാൻ നിൽക്കണം. സംസാരിക്കണം മുടിയിട്ട് ഫുള്ളായിട്ടൊരു വീഡിയോ എടുക്കാനോ കാര്യങ്ങൾക്കോ ഒന്നിനും പറ്റിയില്ല കേട്ടോ. വേറെ ഒന്നുമല്ല, തിരക്കായിപ്പോയി. അപ്പോൾ കുറേ ആൾക്കാർ ഇവനോട് വെച്ചാൽ ഇങ്ങനെ വെയിറ്റ് കുറയ്ക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വെയിറ്റ് കുറയ്ക്കണതിൻ്റെ എൻ്റെ ഫുഡിൻ്റെ രീതിയിൽ വേണമെങ്കിൽ നാളോട്ട് ഞാൻ വീഡിയോയിലിടാം. പ്രത്യേകിച്ച് എന്താ വെച്ചാൽ നമ്മളെ ടൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പലരും നോക്കിയപ്പോൾ നമുക്ക് കൊണ്ട് എല്ലാവർക്കും ഒരുപോലെയല്ലോ ലൈഫ്. ഓരോരുത്തർക്കും പലർക്കും പല തരത്തിലല്ല. അപ്പോൾ ഞാൻ ഒരു സാധാ ഫാമിലിയിൽ പെട്ട ഒരാൾ, അതും കൂട്ടുകുടുംബം, അച്ഛനും 4 മക്കളും മരുവനും പേരക്കുട്ടിയും പിന്നെ ഞാനും 8 ആൾ ഞാൻ വീട്ടിലുണ്ട്. അപ്പോൾ നമുക്ക്
എനിക്ക് മാത്രമായിട്ട് അത് മേടിച്ചേക്ക് ഇത് മേടിച്ചേക്ക് ഇങ്ങനെ മേടിച്ചേക്ക് അത് എനിക്കിട്ട് കഴിച്ചാലും എൻ്റെ തൊണ്ടയിൽ നിന്ന് അറിയില്ല, എനിക്ക് മാത്രമായിട്ട് അങ്ങനെ ഇങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു നമുക്കറിയുന്ന രീതിയിൽ, അതായത് മധുരങ്ങൾ ഫുള്ളായിട്ട് ഇപ്പം ഞാൻ ഒഴിവാക്കി. പിന്നെ എന്നിട്ടാ എണ്ണയിൽ പൊരിച്ചത് ഫുള്ള് ഒഴിവാക്കി. പിന്നെ തൊട്ട് ചോറ് പൂർണ്ണമായിട്ട് ഒഴിവാക്കി. ഇപ്പം ഇത്ര ദിവസം നമ്മൾ ചോറ് 2 ടീസ്പൂൺ 4 ടീസ്പൂൺ കേട്ടോ, കയ്യിലല്ല ടീസ്പൂണില്ലേ, അതുകൊണ്ട് 4 ടീസ്പൂണായിട്ട് ഒരു മാസമായിട്ട് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അത് 2 ദിവസം 3 ദിവസം ഞാൻ 2 ടീസ്പൂണാണ് കഴിച്ചിരുന്നത്. കുറച്ച് ഉപ്പേരി കൂടുതൽ കഴിക്കും, അങ്ങനെയാണ് എൻ്റെ രീതിയിൽ. കുറച്ച് ഉപ്പേരി ഞാൻ കൂടുതൽ കഴിക്കും. പിന്നെ എന്താ രാത്രി ഇപ്പം ഞാൻ കാണിച്ചില്ല ഓവർനൈറ്റ് ഓട്സ്, അത് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല കേട്ടോ. നമുക്ക് നെസ്റ്റോലോ അങ്ങനെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ തണ്ണിമത്തങ്ങയുടെ മത്തങ്ങയുടെ ഉരും, പിന്നെ എന്താ സൂര്യകാന്തിയുടെ വിത്ത്, പിന്നെ എന്തുട്ടാ ചിയ സീഡ്, അങ്ങനെ പിന്നെ എന്താ കേട്ടാ ഓട്സ്. പിന്നെ നമുക്ക് എന്താ നമ്മുടെ എല്ലാ ഫ്രൂട്ട് കഴിച്ചാൽ അത് നമുക്ക് അതിൽ ഇടാം കേട്ടോ. അപ്പോൾ ഉള്ളതിനനുസരിച്ച് ചില ദിവസം അതില്ലാത്ത ദിവസം ഞങ്ങൾ പിന്നെ അത് നോക്കാറില്ല. അപ്പോൾ രാവിലെ ചിലപ്പോൾ ഗോതമ്പിൻ്റെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കും. ഇന്നോട്ട് പൂർണ്ണമായിട്ട് ചോറ് അരി ഫുഡ് ഞങ്ങൾ ഒഴിവാക്കിയിട്ട് ഇന്നോട്ട്. ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്താ വെച്ചാൽ നമ്മൾ കഴിച്ചത് ഫുഡുകളൊക്കെ പെട്ടെന്ന് ഇല്ലാണ്ടാകുമ്പോഴൊരു ക്ഷീണം കാര്യം ഉണ്ടെങ്കിലും. പിന്നെ തണ്ണിമത്തങ്ങ ഇടയ്ക്ക് മേടിച്ച് വയ്ക്കും. നല്ല വിശപ്പൊക്കെ ഉണ്ടെങ്കിൽ തണ്ണിമത്തങ്ങയൊക്കെ കുറച്ച് കഴിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് വയറൊക്കെ ഒന്ന് ഫില്ലായിരിക്കും. അന്നേരം അങ്ങനെ ഒരുപാട് മേടിച്ച് വയ്ക്കാറൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് ഹെവി ആയിട്ടുള്ള ഡയറ്റിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല, ഒരു സാധാ ഒരു ഫാമിലിക്ക് ചെയ്യാൻ പറ്റുന്ന ഡയറ്റും കാര്യമായിട്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ രാവിലെ ഓവർനൈറ്റ് ഈ ഓട്സും കാര്യങ്ങളും കഴിക്കും. പിന്നെ ഉച്ചത്തേക്ക് ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഇന്ന് ചോറില്ല, ഇന്ന് ഗോതമ്പ് ദോശയും മീൻ കറിയും. കറി വെച്ച് മീൻ നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാം കേട്ടോ. എന്നാലും എനിക്ക് മീനോട് അത്രയ്ക്ക് അങ്ങോട്ട് പ്രിയമുള്ള ആളല്ല, മീനോട് അത്ര ഇഷ്ടമില്ല. കഴിക്കാം മീൻ വറുത്തൊക്കെ നല്ലോണം കഴിച്ചായിരുന്നു പണ്ട്. അതാണ് ഇപ്പം ഞാനോട് പറഞ്ഞു ഫുഡ് കഴിച്ചിട്ട് തന്നെ അത് നിർത്തില്ല. ഞാൻ മീൻ വറുത്തത് കഴിക്കായിരുന്നു. ഇപ്പം പരിപ്പ് കൂട്ടാൻ ഒരു ഉപ്പേരി വെച്ച് മീൻ വറുത്ത് 2-3 പീസൊക്കെ ഞാൻ എടുത്തിരുന്നു. പപ്പടം കാച്ചിയത് കഴിച്ചിരുന്നു. പുട്ടിനാണെങ്കിൽ ഒരു കഷ്ണം പുട്ടിന് 2 പപ്പടം കാച്ചിയതെടുക്കും. ചിക്കൻ വറുത്ത് കഴിക്കും. വറുത്തതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പരിപ്പുവട അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതൊക്കെയാണ് ഞാൻ കഴിച്ചിരുന്നത്. ചോറ് അങ്ങനെ ഒരുപാടൊന്നും ഞാൻ കഴിച്ചിരുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഒരു കഷ്ണം പുട്ടെങ്കിൽ 1.5 ഉള്ളതിൽ കുഞ്ഞ് കഷ്ണം പുട്ടാക്കിയിട്ട് ഞാൻ എടുക്കാറ് കേട്ടോ. 2 കഷ്ണമായാലും ഉള്ളതിൽ ഏറ്റവും ചെറിയ പൊടിയായിട്ട് ഞാൻ എടുക്കാറ്. ഇപ്പോൾ അത് ഒരു കഷ്ണമാക്കി. അങ്ങനെ ഉച്ചയ്ക്ക് ഇപ്പം ഇന്ന് ദോശ കഴിച്ചു, ഗോതമ്പ് ദോശ മീൻ കറി കഴിച്ചു. രാത്രി ആയപ്പോൾ കുറച്ച് ഉച്ചയ്ക്ക് ഗോതമ്പ് ദോശ എല്ലാം കഴിച്ചത് അല്ലേ, സോറി. ഞാൻ രാവിലെ ഗോതമ്പ് ദോശ ഉണ്ടാക്കാം. രാവിലെ ഞാൻ ഓട്സ് കഴിച്ചപ്പോൾ പൊന്നിനും ഷെപ്പിക്കാർക്കൊക്കെ ഗോതമ്പ് ദോശ ഉണ്ടാക്കാം. ആ ഓർമ്മയിലായിട്ട് പറഞ്ഞു. ഉച്ചയ്ക്ക് ഞാൻ ഒന്നും കഴിച്ചിരുന്നു. ഒരു 4 മണിയാകുമ്പോൾ നമ്മളൊരു 3-4 ടീസ്പൂൺ ഗോതമ്പിൻ്റെ ഉപ്പുമാവ് അത്ര തന്നെ, ഒരു ഗ്ലാസ് വിത്തൗട്ട് കാപ്പി. എന്ന് വെച്ചാൽ ഷെബിയുടെ വണ്ടി മണ്ണൂത്തിന്ന് എടുക്കാണ്ടായിരുന്നു, സർവീസിന് കൊടുത്തപ്പോൾ അത് എടുക്കാൻ പോകുമ്പോൾ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് വണ്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അധികം എണ്ണ ഒന്നും ഇല്ലാണ്ട് പച്ചമുളകും സബോളയും വറ്റൽമുളകും മാത്രം ഇട്ടിട്ട് അധികം തുള്ളി എണ്ണയിൽ മൂപ്പിച്ചിട്ട് ഗോതമ്പ് റവ ഇട്ട് വെള്ളം വെച്ച് കുക്കറിൽ ഒറ്റ അമർത്തി അടച്ചിട്ട് 1 വിസിൽ എണ്ണയ്ക്ക് 1 വിസിലിൻ്റെ പകുതി നല്ലോണം ആയപ്പോൾ ഞാൻ ഓഫ് ചെയ്തു. വിസിലൊക്കെ പോയി തോന്നുമ്പോൾ കറക്റ്റ് വെള്ളമൊക്കെ വറ്റി കറക്റ്റായി. അപ്പോൾ പ്രത്യേകിച്ച് അതിൽ നാളികേരങ്ങളോ ഓയിലോ ഒന്നുമില്ല. അപ്പോൾ ആ ഉപ്പുമാവ് ഒരു 3-4 ടീസ്പൂൺ. രാത്രി വന്നപ്പോൾ ജിമ്മിന് വളരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സലാഡ് ഉണ്ടാക്കിയപ്പോൾ സലാഡ് കുക്കുമ്പർ ഭയങ്കര കയ്ക്കണം കുക്കുമ്പർ. അപ്പോൾ അത് കഴിച്ചില്ല, ഭയങ്കര കയ്പ്പ്. അപ്പോൾ അത് കഴിച്ചില്ല. അപ്പോൾ ഞാൻ ഇത് ഉച്ചത്തെ ഉപ്പുമാവിൻ്റെ ഇത് കുറച്ചുണ്ടായിരുന്നു, അത് മീൻകറി കൂട്ടി കഴിച്ചു. ഇപ്പോൾ ഇന്നത്തെ ഒരു ഫുഡ് എന്ന് പറയുന്നത് കേട്ടോ, ഒന്നും ഓവറായിട്ട് ഒന്നുമില്ല ഫുഡ്. പക്ഷേ ഞാൻ കുറേ വെള്ളം ഇങ്ങനെ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഇന്നിപ്പോൾ ജിമ്മിന് പോയപ്പോൾ നമുക്ക് അവരൊരു കാര്യം പറഞ്ഞോട്ടെ, എനിക്ക് അത് സത്യമെന്ന് മനസ്സിലായി. എന്താ വെച്ചാൽ നമ്മൾ ജിമ്മ് ചെയ്യുമ്പോൾ ഒരുപാട് വെള്ളം കുടിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർത്ത് പോകുമ്പോൾ തലവേദന. സത്യം ഞാൻ പണ്ട് ജിമ്മിന് പോകുമ്പോൾ ഈ ഒരു കാര്യമൊക്കെ അറിയില്ലായിരുന്നു കേട്ടോ. എനിക്ക് ഇന്ന് ജിമ്മ് കഴിഞ്ഞെന്ന് ഭയങ്കര തലവേദന. എന്താ വെച്ചാൽ ഓൾറെഡി ഞാൻ വെള്ളം കുടിക്കാൻ ഭയങ്കര വെള്ളം കുടിച്ചിരുന്നില്ല. അപ്പോൾ ഇതാണ് മനസ്സിലായാലേട്ടാ, 5 ലിറ്റർ വെള്ളം കുടിക്കാൻ പറഞ്ഞത് ബോട്ടിൽ കണക്കാക്കിയിട്ട് 5 ലിറ്റർ കുടിക്കാൻ പറഞ്ഞു. ഇപ്പം നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ട് അല്ലേ? ഇപ്പൊ വെള്ളം കൂടിയേ ഉള്ളൂ. നമ്മൾ പുറത്തേക്ക് പോകുമ്പോ 3-4 കുപ്പി വെള്ളം നിറച്ച് ഒരു 2 കുപ്പി ചെയ്യാൻ ചിയാസീഡൊക്കെ ഇട്ട് ബോട്ടിലുള്ളാക്കിട്ട് അതിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കട്ടെ. വിശപ്പ്, നല്ല വിശപ്പ്. അപ്പം ചിലപ്പോൾ അതിന് ഫ്രൂട്ട്സ് ഇടയിലൊന്നും കഴിക്കാൻ പറ്റാറില്ല കേട്ടോ. എൻ്റെ ഡയറ്റും കാര്യങ്ങൾ ഇതാണ്. ഇതിനോട് യോജിച്ച് പോകുന്നവർക്ക് ഞാൻ വേണമെങ്കിൽ ഡയറ്റ് ഇത് രീതി കാണിച്ചത്, അല്ലാണ്ട് ഇതിനൊപ്പം എൻ്റെ പോലെ ഫുഡ് കഴിക്കോ?
ആ ഉണ്ണിയുടെ എന്റെ പോലല്ല, എന്റെ അളവില് ഞാൻ തരട്ടെ. അയ്യോ ഉണ്ണിക്ക് 42 വയസ്സാവണം. എന്റെ അളവിൽ എന്തായാലും എന്നെ കഴിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ എനിക്ക് അനാനുമായിട്ട് പറ്റില്ലെന്ന് പറഞ്ഞോട് ഞാൻ ഇതിലൊക്കെ അനായിട്ട് കുറച്ച് കൂടുതല് ദോശയായാലും ഞാൻ 2 ചെറിയ ദോശ ചെയ്യണ ശനിയാണ് 5 ഉണ്ടാക്കി കൊടുക്കട്ടെ ദോശ അനാനോട് പറ്റണില്ല. അപ്പൊ പെട്ടെന്ന് അനായിട്ട് വയ്യാണ്ടാക്കിയിട്ട് കാര്യമില്ല. അപ്പൊ ചോറ് ഇത്ര ദിവസം ചോറിനുള്ള അനിയേട്ടന് ഞാൻ സ്വതം കൊണ്ടേക്കാളും ഒരു നേരം പകുതിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 ടീസ്പൂണൊക്കെ ആകുമ്പോൾ അനിയേട്ടൻ ഒരു ഉരുളക്കുള്ളതല്ലോ. ആര് പണ്ടാ നിങ്ങൾ വെള്ളം നിങ്ങൾ ജിമ്മിന് പോണെ കഴിച്ചോ എന്നെ നോക്കണ്ട പറഞ്ഞില്ലേ? എനിക്കിപ്പോൾ വിഷമില്ലാണ്. ഞാൻ ഇപ്പോൾ സെറ്റായി. എനിക്ക് വിഷമം ഉണ്ടായിരുന്നു ആദ്യം, കുറച്ച് ഭയങ്കര വിഷമവും കാര്യമുണ്ട്. ഇപ്പം ഞാൻ അതിനോടൊരു യോജിച്ച് സെറ്റായിട്ട് വന്നു. എന്താ വെച്ചാൽ നമുക്ക് കുണക്കിനൊക്കെ നോക്കി കുറേ നാളും കൂടി ജീവിക്കണ്ടേ. അത് തടി പറഞ്ഞപ്പോ ഇഷ്ടായി ആർക്ക്? അമ്മയ്ക്ക്. അത് ഞാൻ തടി കുറഞ്ഞിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കണ്ണാടിന്റെ മുല്ല കൊറ്റിക്കിട്ട് നോക്കിയപ്പോൾ കുണുക്ക് അമ്മയ്ക്ക് തടി കുറഞ്ഞത് അമ്മയ്ക്ക് തന്നെ ഇഷ്ടമായി. ഇഷ്ടം സത്യം പറഞ്ഞ ജീവന് കൊതിയായിട്ട് നമ്മൾ മരണം മുന്നിൽ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു പോകുന്നത് വെച്ചാൽ എൻ്റെ അനുഭവം. എൻ്റെ അമ്മക്ക് അസുഖം, അമ്മയ്ക്കൊന്നും ചെയ്യാനൊന്നും പറ്റാണ്ട് അമ്മ ഇരിപ്പായപ്പോഴാണ് അമ്മയ്ക്കത് സെക്കൻഡ് സ്റ്റേജിൽ നിന്ന് ലാസ്റ്റ് സ്റ്റേജ് വരെ എത്തിയത്. 1 കൊല്ലത്തിൻ്റെ ഉള്ളിൽ അത് പെട്ടെന്നായിരുന്നു നമ്മുടെ കാര്യം. 1 നവംബറിൽ വന്നു, അടുത്ത നവംബർ അമ്മയ്ക്ക് അമ്മയില്ല. അപ്പം ആ ഒരു ഭയം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട് കേട്ടോ. എന്താ വെച്ചാൽ അമ്മയുടെ പിന്നെ 4 പെൺകുട്ടികളെയും കല്യാണം കഴിഞ്ഞ് അമ്മ ബാധ്യതകളൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു അമ്മയായതുകൊണ്ട് ടെൻഷൻ ഇല്ലാന്നല്ല. അമ്മയ്ക്ക് മക്കൾ വിട്ടോണ്ട്. പക്ഷേ അത് എൻ്റെ അവസ്ഥ അതുമല്ലല്ലോ. എൻ്റെ അവസ്ഥ എന്നെ നോക്കി എൻ്റെ 2 ചെറിയ മക്കൾ. അതുകൊണ്ട് എനിക്ക് ജീവിച്ചേ പറ്റൂ. അപ്പം പരമാവധി ഞാൻ പറഞ്ഞേ സത്യം പറഞ്ഞത് ജിമ്മിന് പോയിട്ട് ആ എക്സസൈസ് ചെയ്യുമ്പോണ്ടല്ലോ ഇങ്ങനെ എനിക്ക് മുട്ടൊന്നും കിടക്കാൻ പറ്റില്ല. പക്ഷെ ഇന്നിപ്പോ മുട്ടൊന്നും ഇങ്ങനെ അരക്കി കീഴ്പ്പെട്ട് അനക്കാൻ പറ്റാത്തൊരു സാഹചര്യം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം നമുക്ക് വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. വീട്ടിലിരുന്നിട്ട് ചെയ്യാനാണ് വെച്ചാൽ ജിമ്മിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് കഷ്ടപ്പാട് തന്നെയാണ്. പക്ഷെ എന്താ ചെയ്യുക, ജീവിക്കണം, മുന്നോട്ട് ജീവിച്ചേ പറ്റൂ. അപ്പം എനിക്ക് 3 കിലോ പറഞ്ഞപ്പോൾ ഒരു സന്തോഷമായിട്ട് പട്ടിണി കിടന്നതിനൊരു ഗുണം ഉണ്ടായില്ലോ. സത്യം പറഞ്ഞാൽ നമ്മൾ പട്ടിണി ഇത്ര കിടന്നിട്ട് വീട്ടിൽ നോക്കുമ്പോൾ തൂക്കം അതാണെങ്കിൽ നമുക്ക് ടെൻഷനായിരുന്നു. അപ്പോൾ 3 കിലോ പറഞ്ഞാൽ എനിക്ക് സന്തോഷം. 1 മാസം കൊണ്ട് എനിക്ക് അത്രയെങ്കിലും ചെയ്യാൻ പറ്റി എന്നുള്ളൊരു സന്തോഷമുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം ഞാൻ പോട്ടെ, ബൈ. ഇവിടെ അച്ഛനും കൊണ്ട് ഭയങ്കര തല്ല പോയിട്ട് വരാം.